Good morning. Good morning, ma'am. Okay. അവധിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന ഡേ ആണല്ലേ? കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയോ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓരോരുത്തര് ജോയിൻ ആവുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ. നമ്മള് പവർ പോയിന്റ് വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത് അല്ലെ? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് വരെയാണ് എടുത്തു നിർത്തിയത്. ഓക്കെ, പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാല്? എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ച? ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് അതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട്? സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഡിഫറെന്റ് സ്ലൈഡ്സ് ഉണ്ട്. ആ സ്ലൈഡ്സ് നമുക്ക് എന്താണ് ലേഔട്ട് ഒക്കെ നമുക്ക് നോക്കിയിട്ട് അല്ലെ ഡിഫറെന്റ് സ്ലൈഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡുകള്. ഇപ്പോ ഹെഡിങ് അതിന്റെ അടിയിൽ പിന്നെ ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ അടിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ലൈഡ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സിൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ലൈഡുകൾ ഉള്ളത് ഇത് പഠിപ്പിച്ച് കഴിയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലൈഡിന്റെ ഒക്കെ ഇമേജ് ഒക്കെ ടൈം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ പല രീതിയിൽ ഇപ്പൊ പിക്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ലൈഡ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ ചാർട്ടുകള്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓഡിയോസ് വീഡിയോസ് ഇതൊക്കെ നമുക്ക് സ്ലൈഡിലൂടെ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് മറ്റുള്ളവരെ അട്രാക്റ്റീവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എന്താണോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ വഴിയാണ്. സ്കൂളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെയുള്ള രീതിയിലാണ് ലെക്ചേഴ്സ് പറയാതെ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രസന്റേഷൻ സ്ലൈഡ്സ് ഒക്കെ വഴിയായിട്ടാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് അട്രാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ എന്താണോ കൺസെപ്റ്റ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലൈഡ് ക്രിയേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെ എന്താ? സ്ലൈഡ് ഫോർമാറ്റിംഗ്, സ്ലൈഡ് ലേഔട്ട്, അതുപോലെ തന്നെ മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇമേജുകൾ, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജുകൾ, ഓഡിയോസ്, വീഡിയോസ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എഴുതും അല്ലെ? അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോ ചരിച്ചെഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എന്താണ് എന്താ പറയാ കട്ടിയിലൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വലുതാക്കിയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അണ്ടർലൈൻസ് കൊടുക്കാൻ പറ്റും. കളേഴ്സിൽ പല കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണ്ട് സൈസ് ഒക്കെ മാറ്റിയിട്ട് പല കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെയും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഏതിലൂടെ? പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ. ഇനി അതിന്റെ അപ്ലിക്കബിലിറ്റി എന്താണ്? ഹോസ്പിറ്റലിൽ അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് അതിന്റെ അപ്ലിക്കബിലിറ്റി എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കാം.
applicability in hospitals. Medical education and training. PowerPoint is widely used in hospitals for medical education and training programs. It makes healthcare professionals able to create visually engaging presentations to give out lectures, conduct workshops, and providing teaching materials to staff members, medical students, and patients. അപ്പൊ എന്താ പറയുന്നത്, ഈ പവർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന്, ഹോസ്പിറ്റലുകളിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതായത് മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, ഇറ്റ് മേക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഏബിൾ ടു ക്രിയേറ്റ് വിഷ്വലി എൻഗേജിംഗ് പ്രസന്റേഷൻസ് ടു ഗിവ് ഔട്ട് ലെക്ചേഴ്സ്, കണ്ടക്ട് വർക്ക്ഷോപ്സ് ആൻഡ് പ്രൊവൈഡ് ടീച്ചിങ് മെറ്റീരിയൽസ് ടു സ്റ്റാഫ് മെമ്പേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് പേഷ്യൻസ്. അതുപോലെ തന്നെ എന്താണ് ഈ നമുക്ക് അവിടെ ഉള്ള എന്താണ് എന്താ പറയാ, അവിടെയുള്ള ഈ വർക്ക്ഷോപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ടീച്ചിങ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിനായാലും പേഷ്യൻസിനായാലും ഇപ്പൊ എന്തെങ്കിലും അസുഖത്തെ പറ്റിയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും ട്രെയിനിങ്ങുകൾ കൊടുക്കാനായിട്ടായാലും, പിന്നെ അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടായാലും, പല സെമിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ സ്റ്റാഫുകൾക്ക് അവരുടെ നോളജും അതുപോലെ തന്നെ സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല ക്ലാസ്സുകളും പല വർക്ക്ഷോപ്പിനൊക്കെ നമ്മൾ വിടാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ വഴിയായിട്ടാണ് പല കാര്യങ്ങളും അവരിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ടും, നല്ല രീതിയിൽ നോളജ് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടും, നല്ല രീതിയിൽ അവരുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് ഓരോ കാര്യങ്ങളും സ്റ്റാഫിലേക്കായിട്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് പേഷ്യൻസിനായാലും അവരുടെ രോഗത്തെ കുറിച്ച് അറിയാനായിട്ട് എന്താണ് പല കാര്യങ്ങളും ഇങ്ങനെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അവരുടെ രോഗം എന്താണ്, ഇനി എത്ര നാൾ നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ മരുന്നുകൾ കഴിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരിലേക്ക് എത്തിക്കുന്നതും ഇന്ത്യയിലൂടെയാണ്, ഈ മാർഗത്തിലൂടെയാണ്, പവർ പോയിന്റിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റാഫിനായാലും പേഷ്യൻസിനായാലും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ നടത്തുമ്പോഴും അവിടുത്തെ ഓരോ ടീച്ചിങ് മെറ്റീരിയൽസ് സ്റ്റാഫിന് നമ്മൾ ഓരോ മെറ്റീരിയൽസ് അല്ലെ ടീച്ച് ചെയ്യാനായിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ പവർ പോയിന്റിലൂടെയാണ്. ഇനി നോക്കാം ക്ലിനിക്കൽ പ്രസന്റേഷൻ. Clinical presentation. PowerPoint is generally employed for clinical presentations, conference, and rounds in hospitals. Physicians and healthcare professionals use it to display the research findings, case studies, treatment protocol, and clinical outcomes to their coworkers, encouraging knowledge sharing and professional advancement. അപ്പൊ എന്താണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോക്ടർമാര് പവർ പോയിന്റ് ക്ലിനിക്കൽ പ്രസന്റേഷൻ വഴി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ ഒരു ഡോക്ടർ ഇപ്പോ കോൺഫറൻസ് നടത്തുമ്പോഴും അവരുടെ ഇപ്പോ റൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങള് പവർ പോയിന്റ് വഴി യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു കോൺഫറൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, സിനിമയിലൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കോൺഫറൻസ് നടത്തുമ്പോൾ എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങളും അല്ലെ, നമുക്ക് എന്താണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവർക്ക് എന്താണ് വീഡിയോ കോൺഫറൻസിനൊക്കെ ചെയ്യാറുണ്ട്, നമ്മൾ പല സിനിമയിലൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ ഓരോ കാര്യങ്ങളും ഓരോ ഇപ്പോ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി അവർ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് അവർ എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ അതാണ് പറയുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഡോക്ടർമാർക്ക് എന്താണ്
കോൺഫറൻസ് നടത്തുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ റൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് രോഗികളെ നോക്കാനായിട്ട് റൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളും ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് ചെയ്യുന്നത്. ഈ പവർ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഡോക്ടർമാര് പുതിയൊരു രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് പഠിക്കാൻ വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ്, ക്ലിനിക്കൽ ഔട്ട്കംസ്, റിസർച്ച് ഫൈൻഡിങ്സ്, കേസ് സ്റ്റഡീസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടും പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ റിസർച്ചുകൾ കാര്യങ്ങൾ നടത്താറുണ്ട് ഹോസ്പിറ്റലുകളിൽ. അതുപോലെ തന്നെ കേസ് സ്റ്റഡി നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത് ക്ലിനിക്കൽ ആയിട്ടുള്ള ഔട്ട്കംസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ്. നമ്മളിപ്പോ ഒരു പുതിയ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഒരു പുതിയ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവര് പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മാത്രമല്ല എന്താണ് മറ്റു ഡോക്ടേഴ്സുമായിട്ട് ഈ ഇൻഫർമേഷൻസ് ആവാം, അതുപോലെ തന്നെ നോളജുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ടും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രോഗ്രസ് വേണമെന്നുണ്ടെങ്കിലും സജഷൻസ് നടത്തേണ്ടതുണ്ട്. അപ്പൊ അതിനും നമ്മൾ ഈ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് പവർ പോയിന്റ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ ഓരോ ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടും ഇപ്പോ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോ എന്താണ് ഈ പ്രോഗ്രസ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോഗ്രസ് വേണമെന്നുണ്ടെങ്കിൽ ഓരോ സജഷൻസ് നമ്മൾ കൊടുക്കണം അല്ലെ അവർക്ക്. അപ്പൊ അങ്ങനെ സജഷൻസും ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാം, അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് അവരിലേക്ക് എത്തിക്കുന്നതും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഗൈഡൻസ്, മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കുന്നതും എന്തിലൂടെയാണ്? ഓരോ സജഷൻസ് ആയാലും അഡ്വൈസുകളായാലും നമ്മൾ കൊടുക്കുന്നത് പവർ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. Hospital administrators used to for vast meeting, departmental meetings and strategic planning sessions. It assists is visualizing data, presenting reports and communicating organizational goals and policies in an effective manner. അപ്പൊ എന്താണ് മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂസ് ടു for vast meeting, departmental meeting, strategic planning sessions. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റൽസ് ആയാലും അതുപോലെ തന്നെ ബിസിനസ് മേഖലകളായാലും എന്താണ് അവർ ഓരോ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോ കാണാറില്ലേ? ഇപ്പോ കിങ് ലെയറിലൊക്കെ അവര് എന്താണ് ദിലീപിന്റെ പടം കിങ് ലെയർ കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അതിനകത്തൊക്കെ അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു പവർ പോയിന്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാര്യങ്ങള് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പല സിനിമകളിലും നമ്മൾ കാണാറുണ്ടല്ലേ? ഇപ്പോ എന്താ ഒരു ടീമിന് ഇപ്പൊ പ്രൊജക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഈ പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ പ്രൊജക്റ്റിന്റെ കാര്യങ്ങളായാലും ഇൻഫർമേഷൻസ് ആയാലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അല്ലെ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഓരോ മീറ്റിംഗ്സ് ആയാലും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് ആയാലും അതുപോലെ തന്നെ ഓരോ പ്ലാനുകൾ സ്ട്രാറ്റജിക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ് ഒക്കെ എടുക്കുന്നതും എങ്ങനെയാണെന്ന് പറയുന്നത് പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുവഴിയാണ് മറ്റുള്ളവരിലേക്ക് ഓരോ പോയിന്റുകളും ഓരോ കാര്യങ്ങളും ഒക്കെ എത്തിക്കുന്നത്. ഇറ്റ് അസിസ്റ്റ് ഇൻ വിഷ്വലൈസിംഗ് ഡാറ്റ, presenting reports and communicating organizational goals and policies in an effective manner. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഈ മീറ്റിംഗ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷന്റെ പോളിസീസ് ആയാലും ഗോൾസ് ആയാലും അത് നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടായാലും ഓരോ റിപ്പോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടായാലും നമ്മൾ എങ്ങനെയാണ് പവർ പോയിന്റ് വഴി പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അവര് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായാലും മാസത്തിലെ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ മീറ്റിംഗ്സിന് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
അവരുടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്താണ് ഇപ്പോ എന്തെങ്കിലും ഒരു പുതിയൊരു ടെക്നോളജി, പുതിയൊരു ഇന്നോവേഷൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ അല്ലെ, നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫുകളെ അല്ലെങ്കിൽ എന്താണ് ഈ പേഷ്യൻസിലേക്ക് കൊണ്ടുവരണം നല്ല രീതിയിലേക്ക്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള പവർ പോയിന്റ് പ്രസന്റേഷനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അവിടുത്തെ സ്റ്റാഫുകളിലേക്ക് എത്തിക്കാനായിട്ടായാലും സ്റ്റാഫിന് ഓരോ കാര്യങ്ങളും ഈ പവർ പോയിന്റിലൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആളുകളെയൊക്കെ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ നോക്കണം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും ഈ പവർ പോയിന്റിലൂടെയാണ് ഈ സ്റ്റാഫുകളെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. Hospital often take a part in conference, health fairs, the community events. PowerPoint permits them to create a visually captivating presentation to display their service initiatives and achievements. These presentations aid hospitals to attract patients, build partnership, and promote their brand image. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, ഈ പവർ പോയിന്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, കോൺഫറൻസ് നടത്തുമ്പോൾ ഇല്ലേ, നമ്മൾ പറയാറുണ്ട് കോൺഫറൻസ് നമ്മൾ നടത്തുമ്പോഴും മറ്റുള്ളവരുടെ ബിസിനസ്സിലെ നമ്മൾക്ക് ഓരോ കാര്യങ്ങളായിട്ടുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്നതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നതാണ് ഞങ്ങൾ ഇരിക്കുന്ന പ്ലാൻ അല്ലെ, ഇന്ന ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്താണ് ഈ പവർ പോയിന്റിലൂടെയാണ് മറ്റുള്ളവരിലേക്കായാലും ഇപ്പൊ നമ്മുടെ ഒരു പ്രൊജക്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പവർ പോയിന്റ് വഴി യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. ഇപ്പോ കോളേജിലായാലും സ്കൂളിലായാലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് വഴി ഓരോ കാര്യങ്ങളും തയ്യാറാക്കിയിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്ടർ വഴിയാണ് കുട്ടികളിലേക്ക് ആ ഇൻഫർമേഷൻസ് എത്തിക്കുന്നത് അല്ലെ. അവർക്ക് എന്താണ് അപ്പൊ വളരെ അട്രാക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോ ഹോസ്പിറ്റലായാലും ബിസിനസ് മേഖലകളിലായാലും നമ്മൾ കോൺഫറൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫറൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇത് നമ്മള് പവർ പോയിന്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മേളകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ എന്താണ് ഇങ്ങനെയുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇവന്റ് അതൊക്കെ വെക്കുമ്പോഴും പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. പവർ പോയിന്റിനെ ഉപയോഗിച്ച് ഹോസ്പിറ്റലിലെ വിവിധ തരത്തിലുള്ള സേവനങ്ങള് വിഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഇവര് പുതിയതായിട്ടൊരു സർവീസ് തുടങ്ങി അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പേഷ്യൻസിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പവർ പോയിന്റിലൂടെയൊക്കെയാണ്. പേഷ്യൻസ് ഒക്കെ വരുമ്പോ ഇങ്ങനെയുള്ള പ്രസന്റേഷൻ ചെയ്യുന്നത് വഴി അവർക്ക് എന്താണ് വളരെ അതിൽ അവർ അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ അത് വായിച്ചു നോക്കാം, ഓരോരോ സ്ലൈഡുകൾ വഴി ഇങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവരത് അട്രാക്റ്റീവ് ആയിരിക്കും. അവരുടെ ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിലൂടെ അല്ലെങ്കിൽ ടെക്നോളജീസിനെ കുറിച്ചുള്ള ഇന്നോവേഷൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ പവർ പോയിന്റിലൂടെ ഇങ്ങനെ നമുക്ക് കാണിക്കുന്നതിലൂടെയൊക്കെ അവർ അട്രാക്റ്റീവ് ആയിരിക്കും ഓരോ കാര്യങ്ങളിലും. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഓരോ വിവരങ്ങളും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പുതിയതായിട്ട് ഇപ്പോ ഇന്നോവേഷൻസോ ടെക്നോളജീസോ ഒക്കെ അവര് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നോവേഷൻസ് അവർ പുതിയത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കുകയാണെങ്കിൽ ഈ പവർ പോയിന്റ് വഴിയാണ് അവർ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് അതില് അട്രാക്റ്റീവ് ആയിരിക്കും, പേഷ്യൻസ് ആയാലും വിസിറ്റേഴ്സ് ആയാലും. അതുകൊണ്ട് തന്നെ ഇവര് എത്തിക്കുന്ന അല്ലെങ്കിൽ ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ടെക്നോളജീസും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതുവഴി. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പുതിയൊരു ടെക്നോളജി ആരംഭിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന സർവീസുകൾ ഫ്രീ സർവീസുകൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇങ്ങനെയുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ വഴിയൊക്കെ ആണെങ്കിൽ അവര് അതിൽ അട്രാക്റ്റീവ് ആയിരിക്കും. ഓരോ കാര്യങ്ങൾ അറിയാനായിട്ട് അവർക്ക് കൗതുകം തോന്നും. ഇങ്ങനെ വിഷ്വലൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, വീഡിയോ ഓഡിയോസ് ഒക്കെ നമുക്ക് ഈ സ്ലൈഡ് വഴി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ കുറെ നമ്മളിങ്ങനെ എന്തൊക്കെ എഴുതി വെക്കുമ്പോ ഒക്കെ നമുക്ക് വായിക്കാൻ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ആയാലും നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ സ്ലൈഡ് വഴി ഇങ്ങനെ സ്ലൈഡ് ഷോ ഒക്കെ ചെയ്യുന്നതിലൂടെ ഒക്കെ നമുക്ക് എന്താണ്
ഒരു സ്ലൈഡ് വായിച്ച് കഴിയുമ്പോൾ അടുത്ത സ്ലൈഡ് വരാം, അല്ലെങ്കിൽ അടുത്ത പിക്ചേഴ്സ് വരാം, അല്ലെങ്കിൽ അടുത്ത ഓഡിയോ വരാം, വീഡിയോ, ഇതൊക്കെ കാണുമ്പോൾ ആളുകളായാലും അല്ലെങ്കിൽ നമ്മളായാലും അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഈ പവർ പോയിന്റ് വലിയൊരു നല്ല രീതിയിലുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഏതൊരു ടെക്നോളജീസ് വന്നാലും പുതിയൊരു ഇന്നോവേഷൻസ് വന്നാലും അവരെങ്ങനെയാണ് ചെയ്യുന്നത്? പവർ പോയിന്റിലൂടെയാണ് ഓരോ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റും ചിലപ്പോ ഓരോ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവർ ഇന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത് പുതിയൊരു സർവീസ് ജനങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ പവർ പോയിന്റിലൂടെയാണ് അവരെത്തിക്കുന്നത് ജനങ്ങളിലേക്ക്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ മേളകളൊക്കെ നടത്തുമ്പോൾ പ്രൊജക്ടർ ഈ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് സ്ലൈഡ് ഷോ ഒക്കെ ചെയ്യാറുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതൊക്കെയാണ് പവർ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് അപ്പൊ ഹോസ്പിറ്റലുകളിൽ ഇതിന്റെ അപ്ലിക്കബിലിറ്റി ഇങ്ങനെയൊക്കെയാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ്? ക്ലിനിക്കൽ പ്രസന്റേഷൻ, അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞത് മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ, തേർഡ് വൺ പറഞ്ഞത് വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. ഇനി കുറച്ച് അതിന്റെ പറഞ്ഞതിന്റെ കുറച്ച് ചുരുക്കത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ഷോർട്ട്, മൈക്രോസോഫ്റ്റ് PowerPoint is a multi-faceted tool used in hospital for medical education, clinical presentation, patients education, administrative motives, quality improvement initiative, research dissemination, in internal communications and external events externally happening. Its visual appeal, multimedia capabilities, and case of use make it an essential software for effectively conveying healthcare information within hospitals and beyond. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഹോസ്പിറ്റൽസിൽ അല്ലെ ഇങ്ങനെയുള്ള ഒരു പ്രസന്റേഷൻ വഴി, പ്രസന്റേഷൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ വഴി എന്താണ് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ. ഇപ്പൊ ക്ലിനിക്കൽ പ്രസന്റേഷൻ ആയാലും അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനായാലും അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള പവർ പോയിന്റ് വഴിയാണ്. അതുപോലെ തന്നെ ക്ലിനിക്കൽ പ്രസന്റേഷനുകൾ ഇപ്പൊ ജനങ്ങളിലേക്ക് ഇപ്പോ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള പ്രസന്റേഷൻസ് പവർ പോയിന്റ് വഴിയാണ്. അതുപോലെ തന്നെ പേഷ്യൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഇന്റേണൽ ആയിട്ട് നമ്മൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മീറ്റിംഗ്, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എങ്ങനെയാണ് ഈ പവർ പോയിന്റിലൂടെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസർച്ച് ഡിസെമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിസർച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസർച്ച് ഡിസെമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. റിസർച്ച് ഫൈൻഡിങ്സ് നമ്മൾ മാർക്കറ്റ് റിസർച്ചിലൊക്കെ പഠിച്ചില്ലേ, നമ്മൾ ആദ്യം മാർക്കറ്റിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഇൻഫർമേഷൻസ് ആളുകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു, ഫൈനൽ ഒരു ഫൈൻഡിങ്സിലോട്ട് നമ്മൾ എത്തും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലും എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ടോപ്പിക് നമ്മൾ എടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് അതൊരു ഫൈൻഡിങ്സിലോട്ട് നമ്മൾ എത്തും. അത് നമ്മൾ ആ ഫൈൻഡിങ്സ് ഷെയർ ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഡിസെമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റിസർച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഡിസെമിനേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടായാലും പവർ പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ. വായിച്ചു നോക്കാം കേട്ടോ.
Next on Microsoft Excel. Microsoft Excel is a strong spreadsheet software developed by Microsoft. Microsoft Excel is a strong spreadsheet software developed by Microsoft. It is vastly used for data management, analysis, and visualization. First sentence mark Microsoft Excel strong spreadsheet software developed Microsoft. It is vastly used for data management, analysis, and visualizations. Here is a short note on MS Excel. MS Excel features. Okay, short title MS Excel full form expand the Microsoft Excel. Okay, Microsoft Excel in the features first one is spreadsheet creation. Excel provides a user-friendly interface for generating and organizing data in a tabular format. Users can form spreadsheet, input data, and customize the layout, formatting, and formulas to meet their specific requirements. Spreadsheet creation in the tabular format in the and that is tabular format in the rows and columns data organized tabular format in the okay. Rows and columns data organized tabular format in the data organized interface MS Excel Microsoft Excel data organize interface Microsoft Excel users worksheet layout formatting Excel Excel options tabular format rows and columns correct rows and columns data organize tabular format organize interface Microsoft Excel users worksheet layout formatting Excel options. Next data analysis. Excel offers a wide scope of functions, formulas, and data analysis tools that make users able to carry out the complex calculations, statistical analysis, and mathematical operations on large data sets. It simplifies the task like sorting, filtering, and summarizing data, making it a necessary tool for data-driven decision making. About data analysis in the offer MS Excel formulas data analyze complex calculations MS Excel task simplify sort filter data summarization simplify task simplify simple help MS Excel okay. Next formulas and functions.
X is an extensive library of built-in formulas and functions permit users to carry out the calculations on data automatically. എന്താണ് എക്സൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്? ചാർട്ടുകൾ, അതുപോലെ തന്നെ ഗ്രാഫുകള്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ടേബിൾസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, വിഷ്വലൈസേഷൻ. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ നമുക്ക് ഓക്കെ ഞാൻ സെക്കൻഡ് അല്ലേ പറഞ്ഞത്? ഡാറ്റ അനാലിസിസ് അല്ലേ പറഞ്ഞത്? ഡാറ്റ അനാലിസിസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൽ ഓഫേഴ്സ്. ഓക്കെ ഓക്കെ, വിഷ്വലൈസേഷൻ ഞാൻ പറഞ്ഞില്ലല്ലോ, അത് ഞാൻ അങ്ങോട്ട് മാറിപ്പോയതാണ് കേട്ടോ. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. Excessive library of built-in formulas and functions permits users to carry out the calculations on data automatically. നമ്മൾ പറഞ്ഞു എക്സലിൽ എന്താണ് ധാരാളം കാൽക്കുലേഷൻസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ നിങ്ങൾ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഓരോ ഡാറ്റാസ്, ഓരോ നമുക്ക് എന്താണ് കോളംസും അതുപോലെ തന്നെ റോസും തരും. അതിനകത്ത് നമ്മളിങ്ങനെ എന്താണ് എ അല്ലെങ്കിൽ ബി അങ്ങനെ കോളം ഒക്കെ തിരിച്ചുകൊണ്ട് നമ്മള് ഓരോ ഡാറ്റാസ്, ഇപ്പൊ കുട്ടികളുടെ ഹയസ്റ്റ് മാർക്ക്, ലോവസ്റ്റ് മാർക്ക്, ഏറ്റവും ആവറേജ് മാർക്ക് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഇല്ലേ? അങ്ങനെ പഠിച്ചിട്ടില്ലേ? ചെറിയ ചെറിയ ക്ലാസ്സില് പഠിച്ചിട്ടുണ്ടോ? സം കാണാനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ, ഉണ്ട്. ചിലർക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോർമുലാസ് ഒക്കെ ഉണ്ടാവില്ല അതിനകത്ത്. ഒരു ഫോർമുലാസ് എന്താണ്? ഫസ്റ്റ് കോളം ആഡ് ചെയ്തു, സെക്കൻഡ് കോളം ആഡ് ചെയ്തു, തേർഡ് കോളം ആഡ് ചെയ്തു, അങ്ങനെ നമ്മൾ ആവറേജ് കാണാം, ടോട്ടൽ കാണാം, സം കാണാം, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. MS Excel വഴി നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളും ഡാറ്റാസിനൊക്കെ നമ്മൾ, അല്ലെങ്കിൽ എന്താണ് നമ്മള് കൈകൊണ്ടോ അല്ലെങ്കിൽ ബുക്കിലൊക്കെ എഴുതി ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? അല്ലെങ്കിൽ കൂട്ടിയെടുത്ത് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. പക്ഷെ ഈ കമ്പ്യൂട്ടർ വഴി, കമ്പ്യൂട്ടർ സംവിധാനം വഴി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള എന്താണ് MS Excel ആ സംവിധാനത്തിലൂടെ നമുക്ക് ഡാറ്റകൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാനായിട്ടും ഓർഗനൈസ് ചെയ്യാനായിട്ടായാലും അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും സിംപ്ലിഫൈ ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് ഡാറ്റാസിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാനായിട്ടായാലും അതുപോലെ തന്നെ സം കാണാനായിട്ടും ആവറേജ് കാണാനായിട്ട് പറഞ്ഞാലും ഹയസ്റ്റ് മാർക്ക് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ലോവസ്റ്റ് മാർക്ക് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, ഏറ്റവും ആവറേജ് മാർക്ക് എത്ര കുട്ടികൾക്കുണ്ട്, ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് എന്താണ് ഈ MS Excel വഴി നമുക്ക് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ. Okay, Excel provides a strong charting tools that permits users to put forward data visually through different types of charts, graphs, and pivot tables. That this make it easier to explain and communicate the complex data patterns and relationship. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ അല്ലെ? ഈ എന്താണ് MS Excel ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ചാർട്ടുകളായാലും അതുപോലെ തന്നെ എന്താണ് ഗ്രാഫുകള്, ടേബിൾസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് അത് ആഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ MS Excel ഉപയോഗിച്ചുകൊണ്ടാണ്. MS അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ചാർട്ടുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ടേബിൾസ്, അതുപോലെ തന്നെ ഗ്രാഫ്സുകൾ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ MS Excel വഴി സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഡാറ്റ മാനേജ്മെന്റ്. Data management. Excel lets users efficiently manage and manipulate a large volume of data. It offers features such as sorting, filtering, data validation, data consolidation, and
data import on export, making users able to organize and utilize the data effectively. അതുപോലെ തന്നെ എന്താണ് ഈ MSXL ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ MSSL എഫിഷ്യന്റ് ആയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. സോർട്ടിങ് ചെയ്യാൻ പറ്റും നമുക്ക്, ഫിൽറ്ററിംഗ്, ഡാറ്റ വാലിഡേഷൻ, ഡാറ്റ കൺസോളിഡേഷൻ, ഡാറ്റ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും MSXലൂടെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്. എന്താണ് Excel is extensively used in financial analysis and modeling. It offers specialized functions for financial calculations like NPV. Underline ചെയ്യാട്ടോ. NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ net present value, IRR, internal rate return. Underline ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളും NPVയും അതുപോലെ തന്നെ IRRന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. NPV എന്ന് പറഞ്ഞാല് നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. IRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇന്റേണൽ റേറ്റ് റിട്ടേൺ. ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. It is widely used in budgeting, financial planning and investment analysis. In short, Microsoft Excel is the multi-faceted and widely used spreadsheet software that facilitates data management, analysis and visualization. Its wide features, formulas and functions make it an invaluable tool for business, financial professionals, analysts, researchers and individuals who work with the data. അപ്പോ അവിടെ 6th പോയിന്റിൽ എന്താ പറയുന്നത്? 6th പോയിന്റിൽ നമ്മൾ പറഞ്ഞു എന്താണ്, രണ്ട് ഫോംസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് എക്സലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് നെറ്റ് പ്രസന്റ് വാല്യൂ, അതുപോലെ തന്നെ ഇന്റേണൽ റേറ്റ് റിട്ടേൺ. ഓക്കെ, അപ്പോ ഇതെന്താണ്, ഇവ രണ്ടും കാൽക്കുലേഷൻസ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു. ഈ മെത്തേഡുകൾ, രണ്ട് മെത്തേഡുകളും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് റിപ്പോർട്ടുകളിൽ ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? IRRും അതുപോലെ തന്നെ NPVയും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിനും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് മെത്തേഡുകൾ നമുക്ക് ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യാവുന്നതാണ്. ഡാറ്റ അനാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ രണ്ട് മെത്തേഡുകളും എന്താണ്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ, ബഡ്ജറ്റ് റിപ്പോർട്ടുകളിൽ ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഈ രണ്ട് മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇൻ ഷോർട്ട് ചെറുതാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി-ഫേസ്ഡ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ മാനേജ്മെന്റിന്, അനാലിസിസിന് വേണ്ടിയിട്ട്, വിഷ്വലൈസേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്താണ്, നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ബിസിനസ് ആർക്കായാലും, പ്രൊഫഷണൽസിനായാലും, അനലിസ്റ്റിനായാലും, റിസർച്ചേഴ്സിനൊക്കെ ആയാലും, ഇൻഡിവിജ്വൽസിനായാലും നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത് യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും ഇപ്പോ ബിസിനസ് മേഖലകളിലും എന്താണ് കണക്ക് കാര്യങ്ങൾ അല്ലെ, കാൽക്കുലേഷൻസുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അനലിസ്റ്റ്, റിസർച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കിയേ എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ, അതിന്റെ ഫീച്ചേഴ്സ്.
കഴിഞ്ഞോ? ഓക്കെ, നിങ്ങളിവിടെ കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എന്താണ് മൈക്രോസോഫ്റ്റ് എക്സലില് കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ? അവിടെ എന്താണ് കോളംസ് കൊടുത്തിട്ടുണ്ട്, റോ കൊടുത്തിട്ടുണ്ട് അല്ലെ? നമ്മൾ ഇങ്ങനെ ഡാറ്റകളൊക്കെ നമ്മൾ എഴുതും അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് സ്റ്റോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, മിസ് പറഞ്ഞില്ലേ എന്താണ് ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് കാണാനായിട്ട്, അതുപോലെ തന്നെ സം കാണാനായിട്ടായാലും ഇപ്പൊ 5 കുട്ടികളുടെ പേരും അതുപോലെ തന്നെ അവരുടെ മാർക്ക് തന്നിട്ടുണ്ടാവും, അതിന്റെ ആവറേജ് കാണാം, ആവറേജ് അതുപോലെ തന്നെ സം കാണാനായിട്ട് നമ്മൾ ഇവിടെ എഴുതും അല്ലെ? ABC, അതുപോലെ തന്നെ ആളുകളുടെ പേര് ഇവിടെ എഴുതും, എന്നിട്ട് മാർക്ക് ചെയ്താം. സബ്ജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ മുകളിൽ തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിയിട്ട് സം കാണാനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് എക്സൽ വഴി നമ്മൾ ചെയ്യാറ് കേട്ടോ. ഓർക്കുന്നുണ്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്? സ്പ്രെഡ്ഷീറ്റ് വഴി ചെയ്യാറ് ഇല്ലേ? ഓക്കെ, ഇനി എന്താണ് അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ? സ്പ്രെഡ്ഷീറ്റിന്റെ അപ്ലിക്കബിലിറ്റി ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. MS Excel, മൈക്രോസോഫ്റ്റ് എക്സൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. Offers a strong tool for controlling and analyzing vast amount of data, hospitals record, patient information, financial data, and the inventory management can or be efficiently planned and stored in Excel spreadsheet. The software's functionalities like sorting, filtering, and data validation make us able to effectively find and analyze data, providing valuable insights for decision making and resources allocation. എന്താണ് ഡാറ്റ മാനേജ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MS Excelല് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് എന്താണ് അങ്ങനെയുള്ള ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോ അതായത് ഇപ്പോ എന്താണ് ഹോസ്പിറ്റൽ റെക്കോർഡ്സിനെ കുറിച്ചുള്ള വിവരങ്ങളാവാം അല്ലെ, റെക്കോർഡിന്റെ വിവരങ്ങൾ അവർ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് സൂക്ഷിക്കാറുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, പേഷ്യൻസിന്റെ വിവരങ്ങളാവാം. അതുപോലെ തന്നെ പല റെക്കോർഡ്സിന്റെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പല റെക്കോർഡ്സുകളും വരാം അല്ലെ, ആ റെക്കോർഡ്സിന്റെ വിവരങ്ങളാവാം. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഈ എന്താണ് എക്സെല് അല്ലെ, MS എക്സെല് സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡാറ്റാസ് എക്സലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോ ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതയായിട്ടുള്ള സോർട്ടിങ്, ഫിൽറ്ററിങ്, അതുപോലെ തന്നെ ഡാറ്റ വാലിഡേഷൻസ് ഒക്കെ, ഇതൊക്കെ ഡാറ്റ എഫക്റ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വാല്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വാല്യബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഡാറ്റാസ് നമുക്ക് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഡാറ്റകൾ അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വാല്യബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാണ് അല്ലെ. ഇപ്പോ പ്രോഫിറ്റിന്റെ കാര്യമായിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഭാവിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടോ അല്ലെങ്കിൽ ലോസ് ഉണ്ടാവോ അല്ല, അപ്പൊ തീരുമാനങ്ങൾ എടുക്കാം. നമുക്ക് എന്താണ് സർവീസിൽ കൊടുക്കുന്ന സർവീസിൽ അല്ലെങ്കിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കുറെ അധികം രോഗികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ ഡാറ്റകൾ അനലൈസ് ചെയ്യുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയിൽ നിന്നും ഡാറ്റ അനലൈസ് ചെയ്ത് നമുക്ക് കാൽക്കുലേഷൻസ് നടത്താൻ പറ്റും. നമുക്ക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ എക്സാമ്പിൾ ആണ് പറയുന്നത്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ കാൽക്കുലേഷൻസ്, ഇപ്പോ പ്രോഫിറ്റ് കിട്ടോ, ഭാവിയിൽ നമുക്ക് ലോസ് ഉണ്ടാവോ, അങ്ങനെയുള്ള പല രീതിയിലുള്ള കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാനായിട്ടും ഈ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിലൂടെ അത് അനലൈസ് ചെയ്യുന്നത് വഴി ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? നമുക്കിത് വായിച്ചു നോക്കാം കേട്ടോ. ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ MS എക്സലില് കുറെ എമൗണ്ട് ഓഫ് ഡാറ്റകൾ, വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഹോസ്പിറ്റലിൽ പല റെക്കോർഡ്സ് ഉണ്ടാവും അല്ലെ, അത് സ്റ്റോർ ചെയ്യാം. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആവാം, പേഷ്യൻസിന്റെ കാര്യങ്ങളാവാം, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവാം അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വഴി നമുക്ക് എന്താണ് സോർട്ടിങ്, ഫിൽറ്ററിങ്, ഡാറ്റ വാലിഡേഷൻ, ഇതൊക്കെ ഡാറ്റ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ടും അനലൈസ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എമൗണ്ട് ഓഫ് ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയിൽ നിന്നും ഡാറ്റ അനലൈസ് ചെയ്ത് കാൽക്കുലേഷൻസ് ഒക്കെ നടത്താനായിട്ട് നമുക്ക് സാധ്യമാണ്. ഓക്കെ, ആ പോയിന്റ് വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. വായിച്ചു നോക്കാം ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ ഡൗട്ട് ഉണ്ടോ എത്ര വരെ എടുത്തതില്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.